ഹായ് ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു. നമ്മളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് വെള്ളിയാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത്. വെള്ളിയാഴ്ചയും അതുപോലെ എല്ലാം കൊണ്ടും ഇന്ന് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് അല്ലേ, നമ്മൾ മലയാളികൾക്ക്. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അത്തമാണ്. അത്തവും വെള്ളിയാഴ്ചയും എല്ലാം കൂടെ ആകുമ്പോൾ തന്നെ എല്ലാം കൊണ്ടും വളരെ സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ്. നമ്മൾ അങ്ങനെ നമ്മുടെ ഓണത്തിനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അല്ലേ എല്ലാവരും. അങ്ങനെ ഞാൻ രാവിലെ നേരത്തെ തന്നെ എണീറ്റ് വിളക്ക് വെക്കലെല്ലാം കഴിഞ്ഞു. അതിന് ശേഷം നമ്മൾ പിന്നെ സാമ്പ്രാണിയൊക്കെ എല്ലാവരും ഒന്ന് പുകച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ എണീച്ച് അതൊക്കെ ഒന്ന് ചെയ്യുമ്പോഴേക്ക് തന്നെ നമ്മൾ ഒന്ന് ഫ്രഷായ പോലെ നമ്മുടെ വീടും ഒന്ന് ഫ്രഷാവും അല്ലേ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ നമ്മുടെ ബൗളൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇങ്ങനത്തെ പൂ വാങ്ങുന്നത് കൊണ്ട് ഇതുകൊണ്ടാണ് നമ്മുടെ പൂവൊക്കെ ഒന്ന് അലങ്കരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ദൈവങ്ങളെയൊക്കെ ചെറുതായിട്ടൊക്കെ നമ്മളൊന്ന് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ ചായയൊക്കെ വെച്ചിട്ട് അതൊക്കെ ഒന്ന് ആറ്റിയെടുക്കുകയാണ്. ഇനി ചായ കുടിക്കണം. ഇനിയും കുറേ പണികൾ ഇനിയാണ് നമ്മൾ പണികളൊക്കെ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ അത്തം ആയതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ പൂവാണ് കേട്ടോ ഇടുന്നത്. അപ്പം ഇനി കുറച്ച് ദിവസം നമ്മൾ പൂവായിരിക്കും ഇടുന്നത്, കോലം ഇടുന്നില്ല. അപ്പോൾ പൂവിടാൻ വേണ്ടിയിട്ട് ഞാൻ വളമൊക്കെ ഒന്ന് തേക്കുകയാണ് കേട്ടോ. അപ്പോൾ നേരെ നല്ല വെളുത്തതിന് ശേഷമാണ് നമ്മൾ വളം തേക്കുന്നത്. എന്താ പറഞ്ഞാൽ വെളുത്തതിന് ശേഷമുള്ള നമ്മൾ പൂവിടുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് ഇതുപോലെ എണീറ്റ് വരുമ്പോഴേക്കും തന്നെ അമ്മ നേരത്തെ മിറ്റമെല്ലാം അടിച്ച് ഇതുപോലെ വളമൊക്കെ തേച്ച് വെക്കും കേട്ടോ. പിന്നെ നമ്മൾ എണീറ്റ് വന്ന് പൂവെല്ലാം പറിച്ച് പൂവിടാറാണ് ചെയ്യാറുള്ളത്. അന്ന് പറഞ്ഞാൽ എല്ലാവരും പൂവിടുന്നത് കൊണ്ട് തന്നെ അധികം പൂവൊന്നും നമുക്ക് കിട്ടാറില്ല കേട്ടോ. അപ്പോൾ എവിടുന്നെങ്കിലൊക്കെ കുറച്ച് പൂ കിട്ടിയായി, ഇല്ലെങ്കിൽ സ്കൂൾ വിട്ട് വരുമ്പോൾ നമ്മളിങ്ങനെ പൂ പറിച്ചിട്ട് പൂവല്ല മൂവ് പറിച്ചിട്ട് വരും. പിന്നെ എന്താ പറയുക, അടുത്തുള്ള വല്ല പൂവുണ്ടെങ്കിൽ അത് കിട്ടും. ഇപ്പോഴത്തെ പോലെ പൂ വാങ്ങി ഇടലൊന്നും അന്നില്ലല്ലോ. അന്ന് പറയുമ്പോൾ നമ്മൾ കർക്കിടക മാസം 1-ാം തീയതി തൊട്ടേ പൂവിടും. മൊത്തത്തിൽ 2 മാസം നമ്മൾ പൂവിടുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കല്യാണം കഴിയോളം അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. 2 മാസം ഇടുമായിരുന്നു. ഇപ്പോഴാണ് കേട്ടോ അതിനൊന്നും നേരമില്ലാത്തതുകൊണ്ട് നമ്മൾ അത്തത്തിന് പൂവിടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ കല്യാണം കഴിഞ്ഞ് വരുന്നത് വരെ ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. നമ്മുടെ വീട്ടിൽ കർക്കിടക 1-ാം തീയതി പൂവിട്ട് കഴിഞ്ഞാൽ പിന്നെ ഓണം വരെ നമ്മൾ പൂവിടുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വളമൊക്കെ തേച്ച് കൊടുത്തപ്പോൾ നമ്മുടെ അക്ഷയ പൂവിടുകയാണ് കേട്ടോ. പൂവിടാനും കോലമിടാനൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവളവിടെ പൂവിടുണ്ടായിരുന്നു. ഞാൻ പിന്നെ അത് കുറച്ച് നേരമൊക്കെ നോക്കി നിന്നതിന് ശേഷം നമുക്കിനി നമ്മുടേതായ ജോലികൾ ഒരുപാടുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എല്ലാവരും നമ്മൾ അടിച്ച് വൃത്തിയാക്കി, അതുപോലെ തന്നെ നമ്മുടെ വെളിയിൽ അടുപ്പും തൊട്ടൊക്കെ നമ്മളൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് വരുമ്പോഴാണ് നമ്മുടെ പൂച്ചക്കുട്ടികൾ 2 കൂടെ പാലൊക്കെ കുടിച്ചിട്ട് നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പം ഞാൻ ഈ പൂവിടുന്നത് നോക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ അടുപ്പിൽ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കാര്യം എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഇപ്പം തന്നെ വരുമല്ലോ പറഞ്ഞിട്ട് പാല് തിളയ്ക്കാൻ കുറച്ച് സമയം എടുക്കുമല്ലോ പറഞ്ഞിട്ട് ഫുൾ ഫ്ലെയിമിൽ, ചെറിയ അടുപ്പിലാണ് വെച്ചത്, ഫ്ലെയിം തന്നെയായിരുന്നു കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ പോയി നിന്നപ്പോൾ പാല് വെച്ച വിവരം ഞാൻ മറന്നുപോയി. അങ്ങനെ ഞാൻ എന്തോ ഒരു കാര്യത്തിന് പെട്ടെന്ന് ഇങ്ങനെ വരുന്ന സമയത്താണ് എന്തോ ഒരു സൗണ്ട്, ഇങ്ങനെ തിളച്ച് പോകുന്ന പോലത്തെ സൗണ്ട് കണ്ടു കേട്ടോ. അപ്പോൾ ഓടി വന്ന് നോക്കുമ്പോൾ പാലപ്പം തിളച്ച് പൊങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷെ എന്നാലും പകുതി മുക്കാലും പാല് നമ്മുടെ തിളച്ച് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ എത്ര നോക്കി നിന്നാലും പാല് തിളച്ച് വരികയില്ല അല്ലേ. നമ്മൾ കണ്ണൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആക്കുന്ന ആ നിമിഷ നേരം കൊണ്ട് പാല് പൊങ്ങി വരാറാണ് എപ്പോഴും ചെയ്യാറുള്ളത്. ഇന്നിപ്പോൾ പാലിന് പൂർണ്ണ സ്വാതന്ത്ര്യമായിരുന്നു. എന്താ പറഞ്ഞാൽ നോക്കാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല അല്ലേ. അതുകൊണ്ട് പോയി വരുമ്പോഴേക്കും നമ്മുടെ പാലെല്ലാം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ എന്താ ചെയ്യാമെന്നറിഞ്ഞ് ഞാനിങ്ങനെ ആലോചിച്ച് നിന്നിട്ട് നമ്മുടെ അടുപ്പിലുള്ള പാലൊക്കെ ഒന്ന് മാറ്റിയതാണ് കേട്ടോ. താഴെ ഒഴിച്ചപ്പോഴാണ് പിന്നെ നമ്മുടെ പൂച്ചക്കുട്ടികളെ കൊണ്ടുവന്നിട്ട് പാല് കുടിപ്പിക്കാൻ നിർത്തിയത് കേട്ടോ നമ്മുടെ അക്ഷയ. പക്ഷെ അവർ പാല് നേരത്തെ കുടിച്ചത് കാരണം അധികമൊന്നും കുടിച്ചിട്ടില്ല കേട്ടോ. കുറച്ച് കുടിച്ചു, ബാക്കി ഞാൻ തെക്കിയെടുത്ത് മാറ്റി വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പിൽ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും നല്ലപോലെ തന്നെ വൃത്തിയാക്കിയിടുന്നത് കൊണ്ട് അഴുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ടാണ് അവർക്ക് നമ്മൾ കുടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവർക്ക് ഇങ്ങനെയൊന്നും നമ്മൾ കൊടുക്കാറില്ല. പിന്നെ അത്രയും പാല്
വേസ്റ്റ് ആവുന്നു കണ്ടപ്പോഴാണ് കേട്ടോ അവരെ ഏൽപ്പിച്ചത്. പക്ഷെ അവരത് മുഴുക്കിയൊന്നും കുടിച്ചില്ല കേട്ടോ, കുറച്ച് കുടിച്ചു. ബാക്കി ഞാനത് വാങ്ങിയിട്ട് കളയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് അതുപോലെ നമ്മുടെ അടുപ്പൊക്കെ നല്ലപോലെ കഴുകി തുടച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. എപ്പോഴും നമ്മുടെ പാലക്കുട്ടിയല്ല, നമ്മുടെ പൂച്ചക്കുട്ടികൾക്ക് നല്ല പാല് തന്നെയാണ് കേട്ടോ നമ്മൾ കൊടുക്കാറുള്ളത്. നമ്മുടെ സ്ഥിരം വീഡിയോ കാണുന്നവർക്ക് അറിയാം, അതും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച പാല് അവർക്ക് ചൂടാക്കിയിട്ടാണ് കേട്ടോ എപ്പോഴും കൊടുക്കാറുള്ളത്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ല. പക്ഷെ എന്നാലും പാൽ ഒരുപാട് വേസ്റ്റായ കാരണം കൊടുത്തണം. അവർ ഒരു പൊട്ടേ കുടിച്ചതുള്ളൂ കേട്ടോ. പിന്നെ അതിന് ശേഷം നമുക്ക് രാവിലേക്കുള്ള ചോറിനുള്ള കറികളൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. മത്തൻ എലിശ്ശേരിയാണ് കേട്ടോ നമ്മൾ ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ കടുകെല്ലാം വറുത്ത് ചേർത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു ഉപ്പേരി വെക്കുന്നുണ്ട്. ആദ്യം എണ്ണ ഒഴിച്ച് കടുക് ചേർത്ത് ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് അത് വഴണ്ടി വന്നപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക ചേർത്ത് ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് അടച്ച് വെക്കണ്ട കേട്ടോ. അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെണ്ടയ്ക്ക് ഒരു പിശുപ്പ് വരും. അതുകൊണ്ട് അടച്ച് വെക്കാണ്ട് അങ്ങനെ വേവിച്ചെടുത്താൽ മതി കേട്ടോ. എന്താ നമ്മുടെ പൂക്കളമൊക്കെ റെഡിയായിട്ടുണ്ട്. ഒരുവിധം വെന്ത് വന്ന സമയത്ത് നമ്മൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് വെന്ത് വന്നാൽ മാത്രം മതി, വെള്ളം ഒഴിക്കേണ്ട. ചെറിയ തീയിലിട്ട് അടച്ച് വെക്കാണ്ട് അങ്ങനെ വേവിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്നുകൂടെ വെന്ത് വരണം. അപ്പോൾ അതങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയൊരു സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഫ്രൂട്ട്സ് കുറച്ചുണ്ടായിരുന്നു കേട്ടോ, അതെല്ലാം കൂടെ കട്ട് ചെയ്ത് ചെറിയൊരു സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളതിന് ശേഷം പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. അങ്ങനെ ഈ സമയം കൊണ്ട് നമ്മുടെ ഉമ്മർത്ത് 2 തെങ്ങുണ്ട് കേട്ടോ. അപ്പോൾ അത് നേരാക്കാൻ ആൾ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ തെങ്ങ് വൃത്തിയാക്കാൻ കൊടുക്കുമല്ലോ, അത് നേരാക്കാൻ ആൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നേരാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയം ഞാൻ നമ്മുടെ പണികളൊക്കെ ഒന്ന് വേഗം തന്നെ ഒന്ന് ചെയ്തെടുക്കുകയാണ് കേട്ടോ. കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചെടുത്തു. അതുപോലെ തന്നെ എല്ലാം ഒന്ന് ഒതുക്കി വൃത്തിയാക്കി വെച്ചു കേട്ടോ. ഇന്നിപ്പോൾ കുട്ടികൾക്ക് സ്കൂളുണ്ട്, അവർക്കെല്ലാവരും 2 ആൾക്കും എക്സാമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ എല്ലാവരുടെയും തുടച്ച് വൃത്തിയാക്കി അതിന് ശേഷം പിന്നെ ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ സമയം ആകുന്നതേ ഉള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ എണിക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പം നേരത്തെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മത്തൻ എലിശ്ശേരിയും ഉപ്പേരിയും തൈരും ഇതൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ നമ്മൾ കഴിക്കുന്നത്. പിന്നെ ഇതാ കണ്ടോ, ഇതാ അവർ നേരാക്കിയിട്ട് പോയി കേട്ടോ. അപ്പോൾ പട്ടയൊക്കെ അവിടെ കുറേ കിടക്കുന്നുണ്ട്. കുറേയൊക്കെ നമ്മൾ അത് കറക്റ്റ് ചെയ്ത് വെച്ചു, അടുക്കി വെച്ചിട്ടുണ്ട്. ഇനിയും നമ്മുടെ അപ്പുറം ഇപ്പുറം എന്താ പറയുക തെങ്ങിൻ്റെ സൈഡൊക്കെ വൃത്തിയാക്കാനുണ്ട് കേട്ടോ. പിന്നെ അക്ഷയ പരീക്ഷയ്ക്ക് പോവുകയാണ്. ആ സമയം നമ്മുടെ പൈക്കോനും റവലിക്കൊക്കെ ഓരോ കുറിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ചന്ദനം ചാലിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ കുറിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ട്. നമ്മുടെ പൈക്കോ ഈ പട്ട കിടക്കുന്നുണ്ട്. ഇപ്പോൾ എന്തോ സാധനമാണ് പറഞ്ഞിട്ട് അതിൽ പോയിട്ട് ഇങ്ങനെ തട്ടി നോക്കുകയാണ് കേട്ടോ. പിന്നെ അക്ഷയ നമ്മളോട് ടാറ്റയൊക്കെ തന്നിട്ട് എക്സാമിന് പോവുകയാണ്. അതിന് ശേഷം പിന്നെ ഞാൻ അശ്വിനെ റെഡിയാക്കാനുണ്ടായിരുന്നു, അവനെയും റെഡിയാക്കി കേട്ടോ. അതിന് ശേഷം അവനും സ്കൂളിലേക്ക് പോയി. അപ്പോൾ അക്ഷയ പോയത് ഇന്ന് കുറച്ച് ലൈറ്റായിട്ടാണ് കേട്ടോ. എക്സാം 9 മണിക്ക് ശേഷമാണ്. അപ്പോൾ ഒരു 8:45 കഴിഞ്ഞിട്ടാണ് കേട്ടോ അക്ഷയ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അക്ഷയെ കൊണ്ടാക്കി വന്നതും നമ്മുടെ അശ്വിനും സ്കൂളിലേക്ക് പോയി കേട്ടോ. അപ്പോൾ അവനും 9 മണിക്ക് എപ്പോഴും സാധാരണ പോകാറുണ്ടല്ലോ, അതുകൊണ്ട് അവനും ഇന്ന് 9 മണിക്ക് പോയി. അങ്ങനെ അവരെല്ലാം പോയതിന് ശേഷം പിന്നെ വന്ന് ഏട്ടനും ഓഫീസിലേക്ക് പോയി. അവരെല്ലാവരും പോയതിന് ശേഷം ഞാൻ പിന്നെ നമ്മുടെ പട്ടയൊക്കെ ഒന്ന് അടുക്കി പെറുക്കി മാറ്റി വെച്ചു. അതിന് ശേഷം അവിടെയൊക്കെ അങ്ങനെ പൊടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും പോയി കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ അതെല്ലാം അടിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് ആ തിരക്കിൽ ചെയ്യാൻ നിന്നാൽ നമുക്കത് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകണമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.